നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ക്രൊക്കഡൈലും നമ്മുടെ സീബ്രയും പിന്നെ നമ്മുടെ ഗൊറില്ലകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഫൈനൽ അപ്ഡേറ്റ് നമ്മുടെ പ്ലഗിങ് ആപ്പിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു 3 അനിമൽസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 അനിമൽസ് നമുക്ക് എങ്ങനെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്നും ഇതിൻ്റെ ചീറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് കൂടെ നേരെ പോയി അപ്ഡേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്ബുകളൊക്കെ ചെയ്തേക്ക് തൊട്ട് ബെല്ലേക്ക് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഗൊറില്ലയും നമ്മുടെ സീബ്രയും ക്രൊക്കഡൈലിനെയൊക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ പ്ലഗിങ് ആപ്പിലാണ്. പ്ലഗിങ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടർ നേരെ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ നമ്മുടെ പ്ലഗിങ് ആപ്പ് അവൈലബിൾ ആണ്. നേരെ പോയി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്ത് കയറുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മളെ ക്രൊക്കഡൈലും സീബ്രയും ഗൊറില്ലയുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ നമ്മുടെ സീബ്ര ഇവിടെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു മൃഗമായ സീബ്രയും കളക്കം ഞാൻ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നേരെ ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം. ഗെയിം ഒന്ന് ബാക്ക് അടിച്ച് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറാം. അപ്പോൾ പ്ലഗിങ് ആപ്പിൽ ബാക്ക് അടിച്ച് ഗെയിമിനകത്ത് കയറിയതിന് ശേഷം ഗെയിം ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗെയിം ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം ലോഡിംഗ് ആയിട്ട് വന്നിട്ട് നേരെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് നമ്മളെ ഇൻ്റർനെറ്റ് വേർഷൻ എടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ മസ്റ്റായിട്ട് ഓൺ ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓൺ ചെയ്താലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് വെച്ചിട്ട് നേരെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ ഇവിടുത്തെ പേസ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇവിടെ ഫയൽ ലോഡിങ് നിങ്ങളൊക്കെ എഴുതി കാണിക്കും കേസൊക്കെ. അപ്പോൾ നല്ല പുറത്ത് നല്ല അതിശക്തമായ പുറത്ത് നല്ല മഴ നടക്കുകയാണ്. മഴ നമ്മളെ വോയിസിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കാം. അപ്പോൾ ഫൈനലൈസ് ഇവിടെ ഫയൽ ലോഡിങ്ങിന് കാണിച്ചിട്ടുണ്ട്. നേരെ ഗെയിം ഒന്ന് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറാം. ഓക്കെ, ഗെയിമിനകത്ത് ഫുള്ളായിട്ട് കളഞ്ഞ് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയതിന് ശേഷം നിങ്ങൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക. ഗെയിം പ്ലേ കൊടുത്ത് ഗെയിമിനകത്ത് ഒന്നുകൂടെ ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഗെയിമിനകത്ത് കയറുമ്പോൾ പിന്നെ നമ്മളെ വീട്ടിലായിരിക്കും അത് സ്പോൺ ആവണം. ഇതിൻ്റെ നേരെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചില്ല, ജസ്റ്റ് നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്തിരി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി നേരെ നിങ്ങൾ ഫോൺ എടുക്കുക, നമ്മുടെ ഡയൽ പാഡ് എടുക്കുക. നമ്മുടെ ഡയൽ പാഡ് എടുത്തിട്ട് നേരെ ഞാൻ അടിക്കുന്ന കോഡ് അടിക്കുക. 18 നമ്മളെ സീബ്ര ചീറ്റ് കോഡ്. 18 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സീബ്രകളൊക്കെ നമുക്കിവിടെ സ്പോൺ ആവുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കൂട്ടർ നേരെ പോയി അപ്ഡേറ്റ് ചെയ്യാൻ വേറെ ലെവൽ എല്ലാ കൂട്ടർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അപ്ഡേറ്റ് ചെയ്ത കൂട്ടറാണെങ്കിൽ നേരെ പോയി അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ വേറെ ലെവൽ സീബ്രയാണ് കേസ്. 18 സീബ്രയുടെ ചീറ്റ് കോഡ്. എത്ര സീബ്ര ആണോ നിങ്ങൾക്ക് വിളിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ബാക്കി 2 അനിമൽസിനെ ഞങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതേ മെത്തേഡിലൂടെ തന്നെ നമ്മൾ ബാക്കി അനിമൽസ് ആഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ നിങ്ങൾ ക്രൊക്കഡൈൽ ഇവിടെ കോപ്പി ചെയ്തെടുത്തിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് നേരെ നമ്മൾ നേരെ ചെയ്തില്ല ഗെയിമിനകത്തൊന്ന് കയറാൻ ജസ്റ്റ് നമ്മൾ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക. ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നവരെ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗെയിം ലോഡിങ് ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിൻ്റെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി കൊടുക്കുക. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോൺ എടുക്കുക. നേരത്തെ ചെയ്താൽ നമ്മളെ മൊബൈൽ ഡാറ്റ മസ്റ്റായിട്ട് ഓൺ ചെയ്യണം. മൊബൈൽ ഡാറ്റ മസ്റ്റായിട്ട് ഓൺ ചെയ്താൽ ട്രിക്ക് വർക്ക് ആവുള്ളൂ. അപ്പം എങ്ങനെ നമുക്ക് ഈ ഫയൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഡാറ്റ മസ്റ്റായിട്ട് ഒന്ന് ഓൺ ചെയ്യുക. മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ഒരു ടൈമർ ഉണ്ട്. 3 മിനിറ്റ് ടൈമർ കഴിഞ്ഞാലേ ഇനി നിങ്ങൾക്ക് അടുത്ത ഫയൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെയ്യും 3 മിനിറ്റ് ടൈമർ കഴിയണവർ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു 3 മിനിറ്റ് ടൈമർ കഴിയുന്നത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഈ ഒരു 3 മിനിറ്റ് ടൈമർ നമുക്കിവിടെ തീക്കാം. ഞാൻ എന്തായാലും 2 റൗണ്ടൊക്കെ അടിച്ച് കറങ്ങിയിട്ടൊക്കെ വന്നതിന് ശേഷം ഈ ഒരു 3 മിനിറ്റ് ടൈമർ നമുക്ക് തീക്കാം. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത കൂട്ടുകാരെങ്കിൽ നേരെ നമ്മൾ പ്ലഗിങ് ആപ്പ് നമ്മളെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലഗിങ് ആപ്പ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D സെർച്ച് ചെയ്താൽ അതിൽ ഇന്ത്യൻ ബൈക്ക് 3D ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്ലഗിങ് ആപ്പ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അല്ലാതെ പേഴ്സണലായിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മളെ ടൈപ്പുകളൊക്കെ ചെയ്ത് പ്ലഗിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതൊക്കെ കിട്ടും. ഓക്കെ, നമ്മൾ അനിമൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈമർ അവസാനിക്കാൻ കരുതിയിട്ട് നല്ല സമയം തന്നെ വെയിറ്റ് ചെയ്യണേ. അപ്പം ഫൈനലി ടൈമർ എപ്പോഴെങ്കിലും അവസാനിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഉണ്ട് കേസ്, ഇനി 2 മിനിറ്റും കൂടെ ഉണ്ട്. ഓക്കെ കേസ്, ഇനി 20 മിനിറ്റും 19 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ ടൈമർ ഇവിടെ തീർത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് എന്ന ഫയൽ പേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മൊബൈൽ ഡാറ്റ മസ്റ്റായിട്ട് ഓൺ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് ഫയൽ ലോഡിങ് എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഫയൽ ലോഡിങ് എഴുതി കാണിച്ചോടനെ നിങ്ങൾ നേരെ നമ്മൾ നെറ്റ് ഓഫ് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഞാൻ എന്തായാലും നമ്മളെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഗെയിം ഒന്ന് ബാക്ക് അടിച്ച് കളഞ്ഞിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നല്ല മഴയാണ്, അത് തന്നെ സൗണ്ട് ചെറിയ വ്യത്യാസങ്ങൾ ക്ഷമിക്കും. ഓക്കെ, എന്നിട്ട് നേരെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ പ്ലേ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. പ്ലേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം പ്ലേ ചെയ്യാം. അപ്പോൾ ഗെയിം പ്ലേ ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് ഫുള്ളായിട്ട് ലോഡിങ് ആയിട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യുക. ഓക്കെ,
എന്നിട്ട് നേരെ ഈ വീട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ചീറ്റ് കോഡ്, നമ്മൾ ക്രൊക്കഡൈലിൻ്റെ ചീറ്റ് കോഡ്, വളരെ ചെറിയ ജലദോഷങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാക്കി. നമ്മളെ ഗൊറില്ലയാണ് കേസ് അവിടെ സെലക്ട് ചെയ്യുക. ഗൊറില്ലയുടെ ചീറ്റ് കോഡ് 19 ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിൽ ക്രൊക്കഡൈലിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്രൊക്കഡൈൽസ് ആണ്. ക്രൊക്കഡൈൽസിൻ്റെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ക്രൊക്കഡൈലിൻ്റെ ചീറ്റ് കോഡ് വന്നിട്ട് 15 ആണെങ്കിൽ നമ്മളെ ക്രൊക്കഡൈലിൻ്റെ ചീറ്റ് കോഡ് ഞാൻ വിളിച്ച് കാണിച്ചിരുന്നത്. ജസ്റ്റ് നമ്മളെ ക്രൊക്കഡൈലിൻ്റെ ചീറ്റ് കോഡ് 15 ഇതുപോലെ ഞാൻ ചെയ്ത അതേ മെത്തേഡിൽ കൂടെ തന്നെ നിങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ക്രൊക്കഡൈലുകളൊക്കെ കിട്ടുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കൂടെ ഡെയിലി ചെയ്തൊന്ന് കാണിച്ചത് നമ്മളെ ക്രൊക്കഡൈൽ. അപ്പോൾ ക്രൊക്കഡൈലിൻ്റെ ചീറ്റ് കോഡ് 15 അല്ലെങ്കിൽ 17 നമ്മളെ ക്രൊക്കഡൈൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതിയൊക്കെ. അപ്പോഴൊക്കെ ചെന്നത് ഈ ഒരു വീഡിയോ ഞാൻ പ്ലഗിങ് ആപ്പിൻ്റെ ഇത് പറയാനായിട്ട് നിന്നത് വന്നത് നമ്മൾ ഗെയിമിൽ. അപ്പോഴൊക്കെ ചെന്നത് ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.